തൃശൂർ മുണ്ടത്തിക്കോട് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ അതിലേക്ക് വെടിക്കെട്ട് ദുരന്തത്തിൽ 17 പേരാണ് മരിച്ചത്. ഇത് എങ്ങനെയാണ് അപകടം നടന്നത്, അപകടത്തിന് കാരണം എന്താണെന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. അതിനുള്ള ഒരു ഉത്തരം ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റേതാണ് അന്വേഷണം നടക്കുന്നത്. മുഹമ്മദ് സ്വാലിഹ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സ്വാലിഹ്, എങ്ങനെ നടക്കുന്നു പരിശോധന? ഷീന, ഇപ്പോൾ ഏകാംഗ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. നേരത്തെ രാവിലെ അദ്ദേഹം കളക്ടർ അടക്കമുള്ള കമ്മീഷണർ അടക്കമുള്ള ADM അടക്കമുള്ളവരുമായി ഗ്രാമനിലയത്തിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളും ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു നൽകുകയാണ്. ഒപ്പം പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ അദ്ദേഹത്തിനെ അനുഗമിക്കുന്നുണ്ട്. ഇദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് ഈ തൃശൂർ പൂരത്തിന്റെ തുടർ നടത്തിപ്പിൽ നിർണായകമാകും എന്നാണ് നമുക്ക് കരുതാനാകുന്നത്. നേരത്തെ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ചിത്ര ഇല്ലാതായവരുടെ മരണം നമ്മൾ കണ്ടതാണ്. അത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിന്റെ പക്കൽ നിന്നുള്ള മുൻകരുതൽ എന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. ജീന, ശരി, സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അപകടം എങ്ങനെയാണ് നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാനാണ് കമ്മീഷന്റെ ശ്രമം. അതിനുശേഷം വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവരെ അദ്ദേഹം കണ്ടിരുന്നു. വിശദമായ മൊഴിയെടുപ്പിന് ശേഷമാണ് അപകട സ്ഥലം സന്ദർശിക്കുന്നതെന്നാണ് സ്വാലിഹ് റിപ്പോർട്ട് ചെയ്യുന്നത്.